അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ കിടക്ക യാത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നാടുകാണിപ്പാറ വ്യൂ പോയിന്റ് കാണാനായിട്ട് ഇപ്പോൾ പോണേ. നമ്മളപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, കയറി കാണാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പൊന്മുഴ ഡാമും താഴത്തെ തൂക്കുപാലൊക്കെയാണ്. അപ്പോൾ അടുത്ത നമ്മൾ നാടുകാണിപ്പാറ കാണാനാണ് പോണേ. വാവ് വണ്ടിക്കകത്തുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിർത്തിയതിൻ്റെ കാര്യം വേറെ രസമുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അത് നമ്മളിവിടെ നിർത്തിയതിൻ്റെ വേറൊരു കാരണം ഇടുന്നുണ്ടോ ഓക്കെ. വഴിയിൽ പഴം കിടക്കണം, പഴം നല്ല സൂപ്പർ പഴം, വലിയ പഴമൊന്നുമല്ല കേട്ടോ, വാഴക്കൊല, കേടായി പോയ വാഴക്കൊലയാണ് ഇടാ. തൂപ്ര കിളുക സംഭവം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നാടുകാണിപ്പാറയുടെ മേളിലെത്തിട്ടോ. നാടുകാണിപ്പാറയുടെ ഇതിൻ്റെതിനെക്കുറിച്ച് വ്യൂവിൻ്റെ സ്ഥലങ്ങളൊന്നും എനിക്ക് പറഞ്ഞു തരാൻ ഞാൻ പാടില്ല, എന്നാലും എനിക്ക് അറിയാവുന്ന രീതിയിൽ പറയാം. ഇത് ഈ പച്ചനെറ്റ് വലിച്ചിട്ടാണ് ഏലം നട്ടെങ്ങനെ കേട്ടോ, അതെനിക്കറിയാം. ഇത് അതേ കാണുന്ന സ്ഥലം താഴെ കാണേ, കൊന്നത്തടിയിൽ നിന്ന് കയറി വരുമ്പോൾ അതായത് വെള്ളത്തൂരിൽ നിന്ന് കയറി വരുന്നതാണ്. ഇവിടെ മറ്റേ നമ്മുടെ ഈ ചെടികൾ ഒത്തിരി ഉണ്ട്. എന്നാൽ കള്ളിമുൾ ചെടികൾ ഇഷ്ടം പോലെ ഉണ്ട്. കള്ളിമുള്ള്, ഇത് കള്ളിമുള്ളാണെന്ന് ഇതൊരു കള്ളിമുള്ളെന്ന് പറയും. അതിലൊക്കെ കുറച്ച് പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിൻ്റിൻ്റെ പ്രത്യേകത. നമ്മൾ അവിടെ കണ്ട അമ്പലത്തിൻ്റെ പാറ ആ സൈഡിൽ കാണാം. നമ്മുടെ കൂമ്പാറ ആൽപ്പാറ അമ്പലം കാണാം. അതിൻ്റെ അപ്പുറം കുരിശുത്തിമല കാണാം. അത് നമ്മുടെ കത്തിപ്പാറ കാണാം. ഇവിടെ നിന്നൊക്കെ അത്യാവശ്യം നല്ല രസകരമായ കാഴ്ചകളാണ് എന്ന് പറയാം. ഇവിടെ വലിയ ബ്യൂട്ടിഫുൾ വ്യൂ എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ രാവിലെ ഇവിടെ വരുമ്പോൾ സൺറൈസ് കാണാൻ കേട്ടോ വാവ് പറയണത് കുറേ വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയാമല്ലോ. അതൊക്കെ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞു. പക്ഷേ ഇതിനൊക്കെ ഒത്തിരി ആൾക്കാരെ പേരെഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ പല സ്ഥലത്ത് ഈ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലത്തുകളൊക്കെ എല്ലായിടത്തും കുറേ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഓം വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പൂവുണ്ടായി നിൽക്കണുണ്ടോ, അങ്ങനെ ഒരുപാട് ഒരു ഓം വരച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ അത്ര വലിയ ഭംഗിയെന്നൊന്നും പറയാനില്ല. പക്ഷേ ഇതൊക്കെ ഒരു ടൂറിസം പ്ലേസ് ആണ്. ഇത് മെയിനായിട്ട് ഇതിൻ്റെ താഴോട്ടൊരു ജീപ്പ് പോയതാന്ന് പറഞ്ഞു. അതെങ്ങനെ പോയാളത്? ഇവിടെ വണ്ടി തിരിച്ചപ്പോൾ വണ്ടി പറഞ്ഞാൽ താഴോട്ട് ജീപ്പ് താഴോട്ട് പോയിരുന്നു. അയ്യോ, അത് താഴോട്ട് പോയാൽ പിന്നെ ഒന്നും പറയേണ്ട ഗസ്റ്റുകളില്ല. ഇവിടെ ഉണ്ടാ ഗസ്റ്റ് മരിച്ചേ? അത് വേറെ അല്ലേ. ഇതിൻ്റെ മറു സൈഡിൽ എങ്ങനെയാണ് കാഴ്ചകളെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അവിടെ ഒരു ചേച്ചി ഇരിപ്പുണ്ട്. ഞാനൊരു പഴം അവിടെ നിന്ന് വഴിയിൽ നിന്ന് കിട്ടിയ പഴം നിന്നിട്ട് തൊലി അവിടെ ഇട്ടപ്പോഴത്തേനും കടയുടെ മുമ്പിൽ കൊണ്ടുവന്ന് പഴം ഇട്ടേക്കോ തൊലി ഇട്ടേക്കോ നമ്മൾ ചേച്ചി നമ്മളോട് ഒരുപാട് വേണം. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നെ ചേച്ചി എടുത്ത് കളഞ്ഞാളെന്ന് പറഞ്ഞു. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇത് വലിയ അതിഗംഭീര കാഴ്ചകളെന്ന് പറയാൻ പാടില്ല. പിന്നെ മൊത്തത്തിലൊരു മൂടലാണ് ഈ പ്രദേശത്ത്. വന്ന പ്രദേശങ്ങളിൽ വെച്ച് അത്ര വലിയ ഭംഗിയെന്ന് പറയാനായിട്ട് എനിക്കറിയാൻ പാടില്ല. നിങ്ങൾ തന്നെ അഭിപ്രായം പറ. അതെ, നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ പൊന്മുടിയിലെ വെള്ളം കിടക്കുന്ന കുറച്ച് കാണാം. പൊന്മുടിയുടെ കെട്ട് കാണാമെന്ന് എനിക്ക് തോന്നണം. ഇവിടെ നിന്ന് പൊന്മുടിയുടെ കെട്ട് കാണാം അവിടെ. അങ്ങ് അവിടെ കാണാം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ശ്രീനാരായണ വാട്ടർഫോൾസ് ഇവിടെ കാണാം. അവിടെ നമുക്ക് പോകണം. വീട് കഴിഞ്ഞ് അന്ന് അവിടെ കൂടെ പോയി നമ്മൾ ഷൂട്ട് ചെയ്യും. ആ തൂക്കുപാലൊക്കെ ആ ഭാഗമായിട്ട് വരും. ഡാമിൻ്റെ കെട്ട് അവിടെ കൊണ്ട് വരും. ഇവിടുത്തെ പ്രദേശം എന്ന് പറയുമ്പോൾ നമ്മൾ വന്ന വഴി ഏകദേശം ഇതിൻ്റെ താഴേക്കടയാണ്. ആ കാണുന്നതുണ്ട്. അതിലാണ് നമ്മൾ പുതിയ പൊന്മുടിയിലെ റോഡുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വഴി ഭാഗത്തേക്കടെയാണ്. ഇത്രയും പ്രദേശത്ത് ഇവിടെയൊക്കെ ഇതൊക്കെയാണ് കാണാനുള്ളൂ. വലിയ കാര്യമായിട്ടുള്ള കാഴ്ചകൾ എന്ന് പറയാൻ തക്കതായിട്ടൊന്നുമില്ല അല്ലേ. അവിടെ കാണിപ്പാറ കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര സംഭവമാണെന്ന് ഓർത്തു. ഇത് പക്ഷേ നാടുകാണിപ്പാറ എന്ന് പറയാൻ നാട് കാണാം, കുറച്ച് നാടൊക്കെ കാണാം. എന്തായാലും വലിയ സംഭവമായ വീഡിയോ ഒന്നുമല്ല. എന്നാലും നമുക്കിതൊരു കൊച്ചു വീഡിയോ ആയിട്ട് നമുക്ക് ഇത് തന്നെ ഇറക്കിയേക്കാം. അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് ഇടാം. അപ്പം മനോഹരമായ വീഡിയോകൾ ഇനിയും വരും. ഞാൻ മാക്സിമം വീഡിയോകൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പരിസര പ്രദേശത്തുള്ള വീഡിയോകൾ മാക്സിമം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആക്റ്റീവ് ആവട്ടെ. ഈ ആഴ്ചക്കുള്ള എല്ലാ വീഡിയോകളും ഓക്കെ ആക്കും. ഞങ്ങൾ എന്നാ പറയണേ, ഒരു പണിയില്ലാതിരിക്കുക, വേറെ ഒരു പണിയും ചെയ്യാനില്ല. അതല്ല കേട്ടോ, നമ്മൾ യൂട്യൂബിലൊരു നല്ലൊരു ഏണിങ് ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ഭാഗത്ത് സൺറൈസ് വരും കേട്ടോ. ഇവിടെ സൺസെറ്റും വരും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അത് വാവ പറഞ്ഞു തന്നാ കേട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കൊച്ചു വണ്ടിയിൽ കയറി. അപ്പോൾ നമ്മളിനി പോകുന്നത് ഇവിടെ ഒരു മരക്കാനെന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു വ്യൂ പോയിൻ്റോടെ ഉണ്ട്.
ആ വ്യൂ പോയിന്റും ഷൂട്ടിംഗ് പോയിന്റ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അല്ലടാ. എക്കോ പോയിന്റ്, ഷൂട്ടിംഗ് പോയിന്റ് എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമുണ്ട്. നാടുകാണിപ്പാറയും നമ്മുടെ ഈ എക്കോ പോയിന്റും നമ്മുടെ മരക്കാന ഷാപ്പും ഷാപ്പ് മെയിൻ ആണ്. പക്ഷെ ഷാപ്പ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ഇപ്പൊ ഷാപ്പിന്റെ അവസ്ഥ എന്താണെന്ന് എന്തോ സ്ഥിതിവിശേഷം ഒന്നും അറിയത്തില്ല. എന്തായാലും മരക്കാന ഷാപ്പ് നമ്മുടെ ഇതിനകത്ത് വീഡിയോക്കകത്ത് മെയിൻ ഒരു സാധനമായിരിക്കും. നല്ല കിടുക്കൻ ഫുഡ് കിട്ടുന്ന സ്ഥലം, നല്ല കിടുക്കൻ കള്ള് കിട്ടുന്ന സ്ഥലമാണ് മരക്കാന ഷാപ്പ്. അതായത് ഇപ്പൊ ഈ ഇടുക്കിയിലെ ഈ അടിമാലി തൊട്ട് ഇപ്പുറത്തേക്കുള്ള പ്രദേശങ്ങളിലുള്ള എല്ലാ ആൾക്കാർക്കും മരക്കാന ഷാപ്പിനെ കുറിച്ച് അറിയാം. പക്ഷെ മരക്കാന ഷാപ്പിന്റെ അവിടെ വരെ എത്തിപ്പെടുക എന്നുള്ളത് ചിലരുടെ കാര്യമല്ല. വഴി എന്ന് പറഞ്ഞാൽ റബ്ബർ റൈസഡ് ഏത് നേരം തെറിക്കുന്നുണ്ടല്ലേ. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ കാണാൻ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയാം. റബ്ബർ റൈസഡ് കാരണം നിലത്ത് നിൽക്കാൻ വണ്ടിക്ക് സമയമില്ല ഇവിടുന്ന് നമ്മൾ അവിടം വരെ ചെല്ലുന്നവരത്തേക്ക്. അതുപോലത്തെ വഴിയാണ്. പിന്നെ വേറെ എന്താ ഞാനിപ്പോ കുരങ്ങനെ കണ്ടോണ്ടിരിക്കുമല്ലോ. ഇനി എത്ര അതിനെ കാണണേ, നിന്റെ കാര്യം പറ അവിടെ. നിന്റെ മുഖത്തേക്ക് ഏത് നേരം നോക്കി നിൽക്കുമ്പോ പിന്നെ ഇനി എന്നാ വേറെ കുരങ്ങനെ ഇൻസൾട്ട് എന്നാ ഇൻസൾട്ട്? നീ എന്നാ ഉജാര അവിടെ കൊച്ചാ നീ അവനൊരു ഉഷാറില്ലായ്മയാന്നേ. അതായത് പണി ഇല്ലല്ലോ, പണി പോയി. ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നത് അതിനും പണിയായി. ഇനി എങ്ങനെ ജീവിക്കും എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങളൊരു പഠനം നടത്തിക്കൊണ്ടിരിക്കുക. മാങ്ങവരെയും ചെളിക്കുത്തും കൊണ്ട് പഴയതുപോലെ ജീവിതം മുന്നോട്ട് പോകില്ല. അപ്പൊ അത് കാരണം എങ്ങനെ ജീവിക്കും എന്നുള്ളതിനെ കുറിച്ച് അറിയത്തില്ല. വഴി വളരെ മോശമാണ്. ഇവിടെ കോൺക്രീറ്റ്. പക്ഷെ ഇത് നല്ല രസമാട്ടോ, നിങ്ങളെ കാണിച്ചു തരാം. ഇതിന്റെ അകത്തേക്കുള്ള യാത്ര എന്ന് പറഞ്ഞ ഒരു ഭയങ്കര കാഴ്ച. അപ്പൊ നമ്മൾ എക്കോ പോയിന്റിലെത്തി. ഇനി എക്കോ പോയിന്റിലെ കാഴ്ചകളാണ് നമ്മൾ പാർത്താൻ പോകുന്നത്. അപ്പം ഇതുപോലെ മെയിൻ വഴി കൂടെ വന്നിട്ട് നമ്മൾ കുറച്ച് താഴോട്ട് പോകുന്നത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ഗസ്റ്റുകളൊക്കെ ഇഷ്ടം പോലുള്ള സമയങ്ങളിൽ ഇവിടെ ഗസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. എക്കോ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡാമിൻ്റെ ഒരു വെള്ളം കയറി കിടക്കുന്ന ഒരു പ്രദേശം. ഇവിടെ ഇഷ്ടം പോലെ ചൂണ്ടക്കാരുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം, ആറുകളിൽ മീൻ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാം. എക്കോണ്ട് അവസാനം മീൻ കിട്ടുന്നുണ്ടോ? വേറെ അങ്ങേറ്റത്തുള്ള നിൽക്കണവരാ. ഒരു കുഞ്ഞ് മീനെ കിട്ടി. കുഞ്ഞതല്ല, 1 കിലോ കാണുമായിരിക്കും. 1 കിലോ അല്ല ചേട്ടാ, 1/2 കിലോ ഉള്ള ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ റൂഹാണോ? റൂഹ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഒത്തിരി വലിയ കാഴ്ചകളൊന്നുമില്ല, ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഒന്ന് മറക്കാന ഷാപ്പ്. ഇവിടെ വാഗ അത്ര നടന്നു കഴിഞ്ഞാൽ ഒത്തിരി കയറ്റം കയറേണ്ടി വരും. ഇതാണ് കേട്ടോ ഷാപ്പ്. പക്ഷേ ഷാപ്പിൻ്റെ ഫ്രണ്ട് വഴി കള്ള് കൊടുക്കുന്നില്ല, ബാക്കി വഴി പോയി കുടിക്കാം. ഒരക്കപ്പ് കള്ള് കുടിക്കാൻ വന്നതാണേ. നേരത്തെ ഈ പനയൊക്കെ ചുറ്റിയായിരുന്നു നമ്മൾ കള്ളെടുത്തുകൊണ്ടിരുന്നത്. അതാണ് ഈ ഷാപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ നമ്മൾ മുൻപേ ഡാമിൻ്റെ അവിടെ തന്നെ എത്തി തിരിച്ച്. അതുപോലെ തന്നെ നമ്മുടെ ഈ നാടുകാണിപ്പാറയും നമ്മുടെ ഷൂട്ടിംഗ് പോയിൻറ്റും എക്കോ പോയിൻ്റൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അതൊരു ചെറിയ വീഡിയോ ആയിട്ട് നമ്മൾ ഏതിലും ഉൾപ്പെടുത്തി അങ്ങ് തീർത്തുന്നു മാത്രമേ ഉള്ളൂ. അതുപോലെ മനോഹരമായ ഒരു കാഴ്ചയുമായി നമുക്ക് വീണ്ടും വരാം. അപ്പോൾ അത് അടുത്ത നമ്മളെ പ്ലേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത പ്ലേസ് എവിടെയാണോ അതിനനുസരിച്ചുള്ള വീഡിയോകൾ നമ്മൾ വരും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ഇറങ്ങി തിരിച്ചപ്പം ഒരു 2, 3, 4 വീഡിയോ എങ്കിലും ആയിട്ട് പോയില്ലെങ്കിൽ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പം ഈ വീഡിയോ എല്ലാവരും കണ്ട പോലെ കഴിഞ്ഞ വീഡിയോയും കയറി കാണണം. അതെല്ലാം കൂടെ എല്ലാ വീഡിയോയ്ക്കും നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ, എൻ്റെ പോരായ്മകൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് പറയണം. പോരായ്മകൾ പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളെ ഷാപ്പിൻ്റെ വീഡിയോയ്ക്കകത്ത് നമുക്ക് കൂടുതലൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല. അത് കുറച്ച് സംഭവങ്ങൾ മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നല്ല മനോഹര കാഴ്ചയുമായി വരാം. ഓക്കെ.